UAE തലസ്ഥാന നഗരിയായ അബുദാബിയിൽ ചൊവ്വാഴ്ച മുതൽ ടോൾ ഗേറ്റ് നിലവിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഗതാഗത വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ യാത്ര എളുപ്പമാക്കുവാൻ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കി പൊതുഗതാഗത സേവനം വിപുലപ്പെടുത്തുകയും കാർ പൂളിങ്ങിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗത സേവനത്തിനാണ് യാത്രയെങ്കിൽ ടോളിൽ നിന്ന് ഒഴിവാക്കാം. ചെലവ് കുറയ്ക്കാനുള്ള കാർ പൂളിംഗ് സൗകര്യവും പ്രയോജനപ്പെടുത്താനാകുമെന്ന് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ആ വാർത്തയിലേക്ക്. അബുദാബിയിൽ ജനങ്ങളുടെ യാത്ര എളുപ്പമാക്കുവാൻ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കി പൊതുഗതാഗത സേവനം വിപുലപ്പെടുത്തുകയും കാർ പൂളിങ്ങിന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്കോ ഓഫീസിലേക്കോ വ്യത്യസ്ത സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്നവർക്ക് ഒരു വാഹനത്തിൽ ഒന്നിച്ചു പോകുന്നതാണ് കാർ പൂളിംഗ് എന്ന സംവിധാനം. ഒരു വാഹനത്തിൽ ഡ്രൈവറെ കൂടാതെ 4 പേർക്ക് സഞ്ചരിക്കാം. ഇതുമൂലം ഒരേ സമയം 4 സ്വകാര്യ വാഹനങ്ങൾ വരെ റോഡിൽ നിന്ന് അകറ്റാനും ഇതിലൂടെ ഗതാഗത കുരുക്ക് കുറയ്ക്കുവാനും സാധിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അതുമാത്രമല്ല, ഇന്ധനവും പണവും ലാഭിക്കുന്നതിനോടൊപ്പം കാർബൺ മലിനീകരണം കുറയ്ക്കാനാകുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടങ്ങൾ. നേരത്തെ കാർ പൂളിംഗ് ഇവിടെ നിയമലംഘനമുള്ള ഒരു കാര്യമായിരുന്നു. കാർ പൂളിംഗ് ആവശ്യമുള്ളവരും വാഗ്ദാനം ചെയ്യുന്നവരും വെബ്സൈറ്റ് വഴി സൗജന്യമായി രജിസ്റ്റർ ചെയ്യണം എന്ന പ്രത്യേകതയുണ്ട്. രജിസ്റ്റർ ചെയ്യാതെ കാർ പൂളിംഗ് നടത്തിയാൽ കനത്ത പിഴ നൽകേണ്ടി വരും. 3000 ദിർഹം പിഴയും 24 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. കൂടാതെ 30 ദിവസത്തേക്ക് വാഹനം പിടിച്ചു വെക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇതുപോലെ തന്നെ ടോൾ രജിസ്ട്രേഷനും വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യണം. എമിറേറ്റ്സ് ID നമ്പർ, കാലാവധി, വാഹനത്തിന്റെ പ്ലേറ്റ് നമ്പർ, രജിസ്റ്റർ ചെയ്ത എമിറേറ്റ്സ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ സമയത്ത് ലഭിക്കുന്ന യൂസർ IDയും OTPയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകണം. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ ടോൾ ഗേറ്റ് കടക്കുന്ന വേളയിൽ അക്കൗണ്ടിൽ നിന്ന് തുക ഈടാക്കും. ഒന്നിലേറെ വാഹനങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ എല്ലാ വാഹനങ്ങളുടെയും വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. ഒരുപക്ഷെ ഈ വാഹനം വിൽക്കുന്നുണ്ടെങ്കിൽ ടോൾ ഗേറ്റ് അക്കൗണ്ട് റദ്ദാക്കിയ ശേഷമായിരിക്കണം അത് ചെയ്യേണ്ടത്. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ 9 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയും ടോൾ ഗേറ്റ് കടന്നാൽ 4 ദിർഹവും, മറ്റു ദിവസങ്ങളിൽ വാരാന്ത്യ പൊതു അവധി ദിവസങ്ങളിലും 2 ദിർഹവുമാണ് ടോൾ ഈടാക്കുക. ഒരു ദിവസം എത്ര തവണ ടോൾ കടന്നാലും ഈടാക്കാവുന്ന പരമാവധി തുക 16 ദിർഹമാണ്. ടോൾ നൽകാതെ ഗേറ്റ് കടന്നാൽ മൊബൈലിൽ അപ്പോൾ തന്നെ സന്ദേശം ലഭിക്കും. നിയമലംഘകർ അബുദാബി രജിസ്റ്റേർഡ് വാഹന ഉടമകളാണെങ്കിൽ 5 ദിവസത്തിനകവും, ഇതര എമിറേറ്റ്സ് വാഹനങ്ങളാണെങ്കിൽ 10 ദിവസത്തിനകവും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ടോളും പിഴയും അടച്ചിരിക്കണം. ആദ്യ തവണ 100ഉം, രണ്ടാം തവണ 200ഉം, മൂന്നാം തവണ 300ഉം, അങ്ങനെ 10,000 ദിർഹം വരെയാണ് പിഴ ഈടാക്കുന്നത്. അക്കൗണ്ടിൽ മതിയായ തുകയില്ലാതെ ടോൾ ഗേറ്റ് കടക്കുന്ന ഇതര എമിറേറ്റ്സ് വാഹനങ്ങൾക്ക് ദിവസത്തിന് 50 ദിർഹമാണ് പിഴ. പരമാവധി ഇത് 10,000 ദിർഹം വരെ എത്താനും സാധ്യതയുണ്ട്. എന്തായാലും അബുദാബിയിൽ ഇനി വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിയമങ്ങൾ പാലിച്ച് കൃത്യമായി വാഹനം ഓടിച്ചില്ല എങ്കിൽ ഇത്തരത്തിൽ കടുത്ത പിഴകളായിരിക്കും നിങ്ങളെ തേടിയെത്തുക. അത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.